വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായത് 119 പേരെയെന്ന് ഒടുവിലത്തെ കണക്ക് പുറത്തുവരികയാണ്. DNA പരിശോധനാ ഫലം ലഭിച്ചു തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് കരട് പട്ടിക പുതുക്കിയിരിക്കുന്നത്. 128 പേരെ കാണാതായി എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന കണക്ക്. KV രാഹുൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ ദുരന്തം നടന്ന ജൂലൈ 28-നാണ്. 20 ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഈ 119 പേരെ ഇനിയും കണ്ടുകിട്ടാനുണ്ട് എന്നുള്ള കണക്ക് വരുന്നത്. ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്നുള്ള കാര്യം ഇനിയും നമുക്ക് അറിയില്ലായിരുന്നു. നിലവിലത്തെ കണക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അക്ഷയ, അതുതന്നെയാണ്. 119 ആളുകൾ ഇപ്പോഴും ആ മണ്ണിനടിയിൽ എവിടെയോ അല്ലെങ്കിൽ ചാലിയാറിൻ്റെ തീരത്ത് താഴ്ഭാഗത്ത് എവിടെയോ ഉണ്ട് എന്നതാണ്. വലിയ ദുരന്തമാണ് സംഭവിച്ചത്. ഇത്രയും ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ്. 128 പേരെ കാണാനില്ല എന്നതായിരുന്നു. പക്ഷേ DNA പരിശോധന ഫലങ്ങൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പട്ടിക പുതുക്കിയിട്ടുള്ളത്. മരിച്ചുപോയ ആളുകൾ ശരീരഭാഗങ്ങളൊക്കെ കണ്ടെത്തി സംസ്കരിച്ചതാണ്. അപ്പോൾ ആളുകളെ തിരിച്ചറിയാനുള്ള ഏക മാർഗം എന്നത് DNA പരിശോധനാ ഫലം മാത്രമായിരുന്നു. അത് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പട്ടിക ഏതായാലും പുതുക്കിയിട്ടുള്ളത് എന്നതാണ്. നേരത്തെ തന്നെ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ സാമ്പിളുകൾ, പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ലഭിച്ച ശരീരഭാഗങ്ങളുടെ സാമ്പിളുകൾ പരിശോധിച്ചത് നോക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ പരിശോധനാ ഫലങ്ങൾ ലഭിച്ചു. അതിൻ്റെ ക്രോസ് മാച്ചിങ് നടത്തി പരിശോധനാ ഫലം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പട്ടിക ഏതായാലും പുതുക്കിയിട്ടുള്ളത്. 118 ആളുകൾ ഇപ്പോഴും കാണാമറയത്തുണ്ട് എന്ന കരട് പട്ടികയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ദുരന്ത മേഖലയിൽ നിന്നും തിരച്ചിൽ തുടരുകയാണ്. കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള തിരച്ചിലല്ല, NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും കുറച്ച് സിവിൽ ഡിഫൻസ് അംഗങ്ങളും കൂടി ചേർന്നുകൊണ്ടുള്ള തിരച്ചിലാണ്. പുഞ്ചിരിമട്ടത്തുണ്ട്, മുണ്ടക്കയിലുണ്ട്, ചൂരൽമലയിലുണ്ട്. അതായത് ഉരുൾപൊട്ടലുണ്ടായി വന്ന ആ മേഖലയിലാകെ പരിമിതമായ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നടന്നു വരുന്നത്. ചാലിയാറിൻ്റെ തീരത്തുള്ള തിരച്ചിൽ ഏതായാലും കഴിഞ്ഞ ദിവസത്തോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ബന്ധുക്കൾ അല്ലെങ്കിൽ നാട്ടുകാർ സംശയം പറയുന്ന ഇടങ്ങളിൽ കൂടുതൽ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താനുള്ള ഒരു തീരുമാനമാണ് മന്ത്രിതല ഉപസമിതി കൈക്കൊണ്ടിട്ടുള്ളത് എന്ന് തന്നെയാണ്. ജനകീയ തിരച്ചിൽ ഏതായാലും നടക്കുന്നതേ ഇല്ല എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ പുനരധിവാസമാണ് വളരെ പ്രധാനപ്പെട്ടത്. അതിനുള്ള ഓരോരോ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണ്. വാടക വീടുകൾ കണ്ടെത്തി വരുന്നു. ആളുകളെ മാറ്റി ഈ മാസം അവസാനത്തോടുകൂടി ഈ താൽക്കാലികമായ പുനരധിവാസം പൂർത്തിയാക്കും എന്ന് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള വാടക നയം ഇതിന് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഒപ്പം അടിയന്തര ധനസഹായം നൽകുന്ന നടപടിക്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുരന്തത്തിൽ 617 പേർക്കാണ് ഇതിനകം അടിയന്തര ധനസഹായം കൈമാറിയിട്ടുള്ളത്. സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര സഹായമായ 10,000 രൂപ വീതം 617 പേർക്ക് ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. അത് സംസ്ഥാന ദുരന്ത നിവാരണ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നിവയിൽ നിന്നായാണ് തുക നൽകിയിട്ടുള്ളത്. ഒപ്പം മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾക്കായി 10,000 രൂപ വീതം 124 പേർക്ക് അനുവദിക്കുകയും ചെയ്തു. ദുരന്തത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 34 പേരിൽ രേഖകൾ ഹാജരാക്കിയവർക്ക് ധനസഹായം നൽകാനുള്ള നടപടികളും പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. മേഖലയിൽ ഏതായാലും ക്ലീനിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായി വരികയാണ്. കടകൾ തുറന്ന് വ്യാപാരികൾ, ബാക്കിയായ കടകൾ, അതായത് വീടുകൾ, കെട്ടിടങ്ങളൊക്കെ വളരെ വിരളം മാത്രമാണ് ബാക്കിയായത്. അപ്പോൾ അവിടെ ക്ലീനിംഗ് ഉൾപ്പെടെയുള്ള നടപടികളും പുരോഗമിച്ചു വരികയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യവസായി സമിതി അങ്ങനെയൊക്കെയുള്ള പ്രവർത്തകരെത്തിക്കൊണ്ടാണ് കടകളുടെ ക്ലീനിങ്ങും പുരോഗമിച്ചു വരുന്നത്. 10 ക്യാമ്പുകളാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. അക്ഷയ.